ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തേക്ക് എന്താണ് ഇനി അടുത്തതായി വരാൻ പോകുന്നത്, യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് എന്താണ്, എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാനുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് പേഴ്സൻ്റെ ഒരു കറണ്ട് എനർജിയും കൂടി നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു എനർജിയിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ പേഴ്സൻ്റെ കാര്യം സെക്കൻഡറി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് കെയറിങ് കണക്ഷൻസ് എന്നുള്ളൊരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡെപ്ത് അത് കാണിക്കുന്നുണ്ട്. അല്ല ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു കോണ്ടാക്റ്റ്, ലെസ് കോണ്ടാക്റ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആ ഒരു സ്മൂത്ത്നെസ് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ഷൻ ഒന്നും കൂടി ഡീപ്പർ ആവും എന്ന് സൂചിപ്പിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കൂടുതൽ ഒരു ഫോക്കസ് കൊടുക്കുന്നത്. നിങ്ങളുടെ ടൈം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതിന് തന്നെയായിരിക്കാം. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അന്നും ഇന്നും എപ്പോഴും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് അത്രയേറെ ആ ഒരു ഫോക്കസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയേറെ നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് ആയിക്കോട്ടെ, കെയറിങ് ആയിക്കോട്ടെ എല്ലാം തന്നിട്ടുള്ളൊരു പാർട്ട്ണർ ആയിരിക്കാം നിങ്ങളുടേത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്നും കൂടി ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ ആക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് പാടുപെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി ആയിട്ടുള്ള ഒരു കാർഡ് കൂടിയാണ്. ആ ഒരു കണക്ഷൻ നിങ്ങളുടെ മനസ്സിനകത്ത് അത്രയും സ്ഥാനം പിടിച്ച ആ ഒരു കണക്ഷൻ അത് അതിൻ്റെ ഒരു ഡീപ്പർ ലെവലിലേക്ക് പോകും എന്നുകൂടി കാണിച്ചു തരുന്ന ഒരു കാർഡാണ്. ഇനി അതുപോലെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ കോൺസ്ട്രെയിൻസ് എന്നുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും രണ്ടാണ്. അതായത് ഇപ്പോൾ ഒരു പേഴ്സൺ വല്ലാതെ വിശന്ന് വലഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരു പേഴ്സൺ ഏറ്റവും അത്യാവശ്യം അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നീഡി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫുഡാണ്. അതേസമയം ആ ഒരു പേഴ്സൻ്റെ ഒരു ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ ഒരു വീടില്ലാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ വീട് വെക്കണം എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ ആഗ്രഹവും ആവശ്യവും രണ്ടും രണ്ടാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു ഫോക്കസും താല്പര്യവും എല്ലാം. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും നീഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണോ അത് നിങ്ങൾ കൊടുക്കുന്നുണ്ടാവില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ഒരു മനസ്സമാധാനമായിരിക്കാം, സ്വസ്ഥമായിട്ടുള്ള സമാധാനമായിട്ടുള്ള മുന്നോട്ട് പോകായിരിക്കാം. അതാണിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം. പക്ഷെ നിങ്ങൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറകെയാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ചില വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സ്വഭാവമുണ്ട്, ഒരുപാട് ടെൻഷൻ അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ ഫുഡ് അല്ലെങ്കിൽ റെസ്റ്റ്, ഉറക്കം ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാത്ത വ്യക്തികളുണ്ട്. അതായത് അവരുടെ ഒരു ടെൻഷൻ അവരുടെ ഒരു ഡെയിലി റുട്ടീനെ തന്നെ ബാധിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ആ ഒരു തരത്തിൽ മുന്നോട്ട് പോവാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജും കൂടിയാണ് ഈ ഒരു കാർഡ്സ് നമുക്ക് തരുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഫിനാൻഷ്യലി എല്ലാം പൈസ ചിലവാക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു മുഖ്യ ഘടകമായിട്ട് നിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു ടൈം പീരീഡിലാണെന്നുണ്ടെങ്കിലും പാർട്ട്ണറെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നൊരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ കൊടുക്കൽ വാങ്ങലുകൾ ഇതെല്ലാം നടക്കുന്ന ചില റിലേഷൻഷിപ്പ് ഉണ്ട്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും പാർട്ട്ണറുമായിട്ട് ഇപ്പോൾ അകന്ന് നിൽക്കുകയാണ്, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി പൈസ ചിലവാക്കുന്ന അവസ്ഥ. അതായത് ചിലപ്പോൾ ആരെങ്കിലും ഈ ഒരു പേഴ്സണെ വരുത്തി തരാം, അല്ലെങ്കിൽ ഇവരുമായിട്ട് വീണ്ടും ഒരു റീയൂണിയന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറയുമ്പോൾ അതിനായിരിക്കാം നിങ്ങൾ ഫിനാൻഷ്യലിയൊക്കെ പൈസ ചിലവാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പൂജകൾക്ക് വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ആ ഒരു പാർട്ട്ണറെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളെല്ലാം ചിലവാക്കുന്ന വ്യക്തികളുണ്ട്. ഇനി അതുപോലെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഹോസ്റ്റിലിറ്റീസ് എനർജിയാണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ, ഇത് വളരെ പ്രത്യക്ഷമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യക്ഷം എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ചില കേസസിനകത്ത് തേർഡ് പാർട്ടി ആരാണെന്നുള്ളത് അവരവർക്ക് തന്നെ ബോധ്യം ഉണ്ടാവില്ല. ആരോ ഉണ്ടെന്നറിയാം, പക്ഷെ ആരാണ് ആ ഒരു തേർഡ് പാർട്ടി, ആരാണ് നമുക്കിതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് ചിലപ്പോൾ ഒരു ഊഹമൊക്കെ കാണുള്ളൂ, ഉറപ്പുണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ നമുക്ക് തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന വ്യക്തി നമ്മളുടെ നേരിലായിരിക്കില്ല, നമ്മൾക്ക് കൺമുൻപിൽ അവരൊരു ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കില്ല, പുറകിലുള്ള ഒരു എനർജി ആയിരിക്കും. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നൈസായിട്ട് നമ്മൾ പിന്നീന്ന് കുത്തുക എന്ന് പറയുന്ന പോലെയുള്ള പണികളായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ആ ഒരു തേർഡ് പാർട്ടി ആയിക്കോട്ടെ, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ തേർഡ് പാർട്ടി ആരാണ് എന്നുള്ളത്. അങ്ങനെയുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ വളരെ ശക്തമായിട്ട് പ്രത്യക്ഷത്തിൽ തന്നെ നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി എനർജി ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണത്. മേ ബി ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്കൊരു വെല്ലുവിളി കിട്ടിയിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അപ്പുറത്തുള്ളത്, അല്ലെങ്കിൽ അത്രയേറെ ഒരു കടുംപിടുത്തമുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അവരാണ് ജയിച്ച് നിൽക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിൽ പ്രത്യക്ഷത്തിൽ നിൽക്കുന്നത് അവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ കൺട്രോളിലേക്ക് വരാനായിട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അതായത് തേർഡ് പാർട്ടി എനർജിയാണ് ശക്തി പ്രാപിച്ച് നിൽക്കുന്നതെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കൺട്രോൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു കിട്ടും എന്നാണ് നമുക്ക് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, വാളോങ്ങി നിൽക്കുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങൾക്കെതിരെ വീശുന്നൊരു വാളായിട്ടാണ് അത് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാം ഈ ഒരു തേർഡ് പാർട്ടി എനർജി. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം മാറി മറിയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അതുപോലെ വന്നിരിക്കുന്ന 2 കാർഡ്സ് എന്ന് പറയുന്നതും ഒരു കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ള ഒരു മെസ്സേജാണ്, ഒരു അഡ്വൈസ് ആണെന്നും കൂടി പറയാം. അതും കൂടി നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. കാരണം ആ ഒരു ഹീലർ ഓഫ് ദ ഏജസ് ആയിക്കോട്ടെ, റെസ്റ്റ് ആൻഡ് റിജുവിനേഷൻ, ഈ 2 എനർജി ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ നിങ്ങൾ അത്രത്തോളം, നമ്മൾ ആദ്യമേ പറഞ്ഞത് വളരെ ഒരു കെയറിങ് കണക്ഷനായിട്ട്, അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതിനകത്താണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതും അറ്റൻഷൻ കൊടുക്കുന്നതും എല്ലാം അതിനകത്ത് തന്നെയാണ്. പക്ഷേ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു സമാധാനത്തോടെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. നിങ്ങൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം, മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഹീലർ ഓഫ് ദ ഏജസ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളിലേക്കുള്ള ആ ഒരു ഹീലിംഗ്, അല്ലെങ്കിൽ ഏതവസ്ഥയാണെന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സമാധാനത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. അപ്പോൾ ചിലവർക്ക് ആ സിറ്റുവേഷൻ കുറച്ച് മോശമാണെന്നുണ്ടെങ്കിലും ഒരു പരിധിവരെ അവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ കഴിവുള്ള വ്യക്തികളുണ്ട്. ചിലവരെ സംബന്ധിച്ച് അങ്ങനെയല്ല, കംപ്ലീറ്റ് പിടിയും വിട്ടുപോകും. ഒരു ടെൻഷൻ ആവുന്ന സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് തന്നെ പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മെഡിറ്റേഷൻ ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുന്ന, നിങ്ങൾ തന്നെ കൊടുക്കുന്ന ആ ഒരു റെസ്റ്റിംഗ് പീരീഡ് ആയിക്കോട്ടെ, ഇതാണ് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. കുറച്ചുകൂടി നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ഹീലിംഗ് എന്ന് പറയുന്ന സംഗതിയാണ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് വരുത്തിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടി ദൃഢമാകണമെങ്കിൽ നിങ്ങളൊരു സ്വസ്ഥതയും സമാധാനത്തോടും കൂടിയുള്ള ആ ഒരു പീസ് ഓഫ് മൈൻഡിലേക്ക് വരണം. അല്ലാതെ നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് ആങ്സൈറ്റിയിൽ പോകുന്നു, എപ്പോഴും ഓർത്ത് ചിന്തിക്കുന്നു, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിനകത്ത് കയറി വരുന്നു. ഇത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പേഴ്സണിലും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുമ്പോഴാണ് മറ്റൊരു വ്യക്തി ആയിക്കോട്ടെ, മറ്റൊരു എനർജിക്ക് നമ്മളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയുള്ള ആ ഒരു പോസിറ്റീവ് മൈൻഡിൽ, അല്ലെങ്കിൽ ആ ഒരു മെഡിറ്റേറ്റ് ചെയ്ത് വളരെ മനസ്സമാധാനത്തോടു കൂടി ഒന്ന് ഹീലായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് പേരത് ഓൾറെഡി ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കാം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു മനസ്സമാധാനം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. ആ ഒരു ഏഞ്ചൽ ഓഫ് ലവ് എന്നുള്ളൊരു എനർജി ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പോലും കാര്യമില്ല. കാരണം ആ ഒരു പേരിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡീപ്പർ കണക്ഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കെയറിങ് കണക്ഷൻ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതൊന്നുകൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള എല്ലാ സാധ്യതയും തുറന്ന് കിട്ടുന്നു. കാരണം നിങ്ങൾക്ക് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന പോലെ ആ ഒരു ലവ് ഏഞ്ചൽ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ ഒരു പോസിറ്റീവ് വൈബ് നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വളരെ ശാന്തമായിട്ട് ആ ഒരു ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഒഴിവാക്കി ആ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് ഇത് റിസീവ് ചെയ്യാനായിട്ട് തയ്യാറെടുത്തിരിക്കുക. എപ്പോഴും ഈ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ വരുമ്പോൾ അത് റിസീവ് ചെയ്യാനായിട്ട് നമ്മൾ ഓപ്പൺ ആയിരിക്കണം. നമ്മളവിടെ ഭയങ്കരമായിട്ട് ടെൻഷനും അടിച്ച് നമ്മളുടെ മനസ്സിൻ്റെ വാതിൽ അടച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി റിസീവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഹാപ്പി ആയിട്ടിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാം. നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് ലഭിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതുപോലെ ആ ഒരു അപ്രീസിയേഷൻ എനർജി ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെയാണ്, നിങ്ങൾക്ക് ചുറ്റും മുള്ളുകളാണ്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലായിരിക്കും ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങൾ ചിലപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലായിടത്തും ഒരു നെഗറ്റീവ് വൈബായിരിക്കും കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്,
ഈ ഒരു പേഴ്സൻ്റേതാണെന്നുണ്ടെങ്കിലും സ്വഭാവത്തിനുള്ള മാറ്റം, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ അവർക്ക് വന്നിട്ടുള്ള ചേഞ്ച്, അങ്ങനെ കൂടുതലും ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കും നിങ്ങളുടെ കൺമുൻപിൽ ഉണ്ടാവുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് എനർജി, അതായത് ഇവിടെ ഒരു പോസിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോവുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്തോ അത് തിരിച്ചു കിട്ടുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, ഫോക്കസ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. ആ ഒരു കാര്യം കിട്ടാൻ ഡിലേ ആവുന്നു, അല്ലെങ്കിൽ അതിനകത്ത് തടസ്സങ്ങളുണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് മറ്റു വഴിക്ക് ലഭിക്കുന്ന പോസിറ്റീവായ കാര്യങ്ങൾക്ക് നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പറയാതിരിക്കരുത്. തീർച്ചയായിട്ടും അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. കാരണം ചിലർക്കൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്, ഇപ്പോൾ ഒരുപാട് പോസിറ്റീവ്സ് അവരുടെ ലൈഫിലുണ്ടാവും, അല്ലെങ്കിൽ വേറെ പല രീതിയിലുള്ള നല്ല കാര്യങ്ങൾ ലൈഫിനകത്ത് നടക്കുന്നുണ്ടാവും. പക്ഷേ ഏതെങ്കിലും ഒരു കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തായിരിക്കും കൂടുതലും വ്യാകുലപ്പെടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒറ്റ കാര്യത്തിനെ ബേസ് ചെയ്ത് എൻ്റെ ലൈഫേ മോശമാണ്, അല്ലെങ്കിൽ എനിക്കിനി ഒരു ലൈഫേ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ചെറിയ ചെറിയ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പറയുക എന്നുള്ളത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോഴും നമുക്ക് വരുന്ന നെഗറ്റീവ്സ് മാത്രം നമ്മൾ കണ്ണും പിടിച്ച് നോക്കിയിരിക്കുന്നതിന് പകരമായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മളുടെ ആംഗിളിൽ നോക്കുമ്പോൾ അത് വളരെ ചെറിയൊരു കാര്യമായിരിക്കാം, എങ്കിലും നമുക്കത് കിട്ടിയല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക. ആ ഒരു മാനസികാവസ്ഥയും കൂടി നമ്മൾ നമ്മളുടെ ഒപ്പം ഉൾപ്പെടുത്തണം. ഇനി അതുപോലെ ഫൈനൽ കാർഡ് എന്ന് പറയുന്നത് വിക്ടറി എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ആ ഒരു സക്സസ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഓൺ ദ വേ എന്ന് പറയുന്ന പോലെയാണ്. ആ ഒരു സക്സസ് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്നുള്ളൊരു അഷുറൻസ് ആണ് നമുക്ക് ഈ ഒരു കാർഡ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി സിറ്റുവേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്വൈസ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ഒരു പ്രത്യാശയില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു രീതിയിൽ തളർന്നു പോകരുത്. നിങ്ങൾക്കുള്ള സക്സസ് നിങ്ങളെ തന്നെ തേടി വരും. നിങ്ങളുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആഗ്രഹം എന്താണോ അത് നിങ്ങൾക്ക് തന്നെ ലഭിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു എനർജീസ് എല്ലാം കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഒന്നുകൂടി ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകാൻ നമ്മളുടേതായിട്ടുള്ള ഒരു ഇന്നർ വർക്കും കൂടി നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നല്ല രീതിയിലൊന്ന് ഹീലാവാനും, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാനും നമുക്ക് വേണ്ടുന്ന പ്രോപ്പർ കെയർ നമ്മൾ തന്നെ കൊടുക്കണം. നമ്മളുടെ ഫുഡായിക്കോട്ടെ, നമ്മൾക്ക് ഉണ്ടാകുന്ന റെസ്റ്റിംഗ് എനർജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു ഹാപ്പിനെസ്, എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഒരു സെൽഫ് ലവും കൂടി നമ്മൾ ആ ഒരു സമയത്ത് ചെയ്യണം. നമ്മളെ നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ മറ്റാരും കെയർ ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്റ്റേബിൾ മൈൻഡിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എത്തുക. അതിന് യൂണിവേഴ്സ് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മളും ആ ഒരു യൂണിവേഴ്സിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് യോജിച്ച് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്നത് ആരാണോ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വാളോങ്ങി നിൽക്കുന്ന എനർജി, നമ്മളെ തടസ്സപ്പെടുത്തുന്ന, നമ്മളെ ശല്യപ്പെടുത്തുന്ന, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന അങ്ങനെയുള്ളൊരു എനർജിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കെതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് കൺട്രോൾ വരുന്ന ഒരു സമയം കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ആ ഒരു പേഴ്സൻ്റെ എനർജി എങ്ങനെയാണ്, പേഴ്സൻ്റെ ഓവറോൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും കൂടി നോക്കാം. കാരണം കൂടുതൽ വ്യക്തികൾക്ക് എപ്പോഴും അറിയേണ്ടത് പേഴ്സണെ കുറിച്ചാണ്. എല്ലാവരും എപ്പോഴും പറയുന്ന കാര്യമാണ്, ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് അല്ലെങ്കിൽ സിറ്റുവേഷൻ, അവരെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിയാനാണ് കൂടുതലും താല്പര്യം. പക്ഷേ ഇന്നത്തെ നമ്മളുടെ റീഡിങ്ങിനകത്ത് പ്രൈം ഫോക്കസ് എന്ന് പറയുന്ന നിങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഉള്ള ഒരു അഡ്വൈസ് ആയിക്കോട്ടെ, നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മെയിൻലി നോക്കിയത്. ഇനി നമുക്ക് ഓവറോൾ ആയിട്ട് ഈ ഒരു പേഴ്സൻ്റെ എനർജി കൂടി നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇവരുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം മാനസിക ബുദ്ധിമുട്ട് ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് മാത്രമല്ല, അതിനൊരു സപ്പോർട്ട് ഈ ഒരു പേഴ്സൺ ഇല്ല. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുക, മാനസികമായിട്ടുള്ള ഒരു തകർച്ച ഉണ്ടാവുക, ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്കതൊരു വലിയൊരു ഹെൽപ്പായിട്ട് തോന്നും, ആരെങ്കിലുമൊക്കെ അങ്ങനെ കേൾക്കാനും പറയാനും ഉള്ളവർക്ക്. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആരും ഇല്ല. വളരെ ലോൺലി ആയിട്ട് അവർക്ക് മാനസികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സ്ട്രെസ്സ്, ടെൻഷൻ, എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചുമക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റീസ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നേരിടുന്നുണ്ടാവാം. അത് ഇവരുടെ ഒരു ഫിനാൻഷ്യലിയുള്ള കാര്യങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ കരിയറിലായിരിക്കാം, ഫാമിലിയിലായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം. അത്രയേറെ ഒരു മാനസിക ഭാരത്തോടു കൂടി തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആരും ഷെയർ ചെയ്യാനില്ല, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഇല്ല, ആ ഒരു തരത്തിലാണ് അവരുടെ ഒരു എനർജി കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവരോടൊപ്പം ഏതെങ്കിലും പാർട്ട്ണർ ഉള്ളൊരു പേഴ്സണാണ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉള്ളൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ഒറ്റയ്ക്ക് തന്നെയാണ്.
അതുമാത്രമല്ല അവരുടെ ലൈഫിൽ ഇപ്പോൾ നമ്മൾ അവരുടെ പാസ്റ്റിലേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്താണ് സംഭവിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കിവിടെ വ്യക്തമല്ല. ഇപ്പോഴുള്ള കാര്യം മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു തിരിച്ചറിവ് വന്നു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിൻ്റെ പാതയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഈ ഒരു സ്ട്രെസ്സ്, മാനസിക ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന സാഹചര്യം കൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഒരു വ്യക്തി ഒരുപാട് മാറിയിട്ടുണ്ടാവാം. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സിറ്റുവേഷൻ ഒരു വലിയ ബാധ്യതയായിട്ട് തോന്നുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ക്ഷമയുടെ നെല്ലിപ്പലക കാണുക എന്ന് പറയുന്ന പോലെയുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു അവസാന പടിയിലാണ് ഈ ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഒരുപാട് സ്ട്രെസ് ഉണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, അങ്ങനെയുള്ള ഒരു മാനസിക വ്യാപാരമൊക്കെയാണ് ഉള്ളതെങ്കിൽ പോലും ഇപ്പോഴും അതിനകത്ത് തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റേതായിട്ടുള്ള ഒരു ലാസ്റ്റ് സ്റ്റെപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു വാല്യൂ തിരിച്ചറിയാതെ പോയൊരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പതിയെ അതെല്ലാം പഠിച്ചു വരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂല്യം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാതെ അതിനകത്ത് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പക്ഷേ മാനസികമായിട്ട് അത്രത്തോളം അടുത്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അത്രയും എക്സോസ്റ്റഡ് ആയിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ. അപ്പോൾ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും അവരുടെ ഒരു അവസ്ഥ ഇപ്പോൾ വളരെ ശോചനീയമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരു പീരീഡാണ്. അവർക്കതൊരു നെഗറ്റീവ് സൈഡ് തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഓരോ ചേഞ്ച് എന്ന് പറയുന്നതും നിങ്ങളുടെ ഓരോ വാല്യൂ മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കതൊരു പോസിറ്റീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു സാഹചര്യം, മാനസികാവസ്ഥ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇതിനകത്ത് വിസിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു വിക്ടറി നിങ്ങളിലേക്ക് കടന്നു വരാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു തടസ്സങ്ങൾ മാറിപ്പോകാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ക്ലെയിം ചെയ്യാം. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള തോട്ട്സ് കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോവുക. നിങ്ങളുടെ മൈൻഡിനായിക്കോട്ടെ, നിങ്ങളുടെ ബോഡിക്കായിക്കോട്ടെ, ഒരു ഫിസിക്കൽ ഹെൽത്തിനെല്ലാം അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ ആ ഒരു പോസിറ്റീവ് എനർജി റിസീവ് ചെയ്യാൻ പാകത്തിന് നമ്മളെ തന്നെ ഒരുക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.